ഇന്ന് ഞായറാഴ്ച അത്തം തുടങ്ങി. അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഓണത്തിന് ഇനി 10 ദിവസം മാത്രം. ഇനിയുള്ള 10 ദിവസങ്ങൾ ശരിക്കും ആഘോഷത്തിൻ്റെ ദിവസം തന്നെയാണല്ലേ. അപ്പം വഴിനീള പൂക്കളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളും വീട്ടിൽ പൂക്കളം ഇട്ട് തുടങ്ങി. അപ്പം ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരം തൃശ്ശൂർ റൗണ്ടിൽ പോയിട്ടാണ് പൂക്കൾ വാങ്ങിച്ചത്. ആ കാഴ്ചയും കൂടെ കാണാം. ഇന്നലെ സന്ധ്യയ്ക്ക് നല്ല തിരക്കായിരുന്നു. റോഡിൽ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴും ഇവിടെ നല്ല തിരക്കുണ്ട്. ഒരുപാട് ആളുകൾ പൂക്കൾ വാങ്ങിക്കാനും ഇത് കാണാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറേ യൂട്യൂബേഴ്സ് വീഡിയോ പിടിക്കുന്നു. ഓണത്തിൻ്റെ ഡ്രസ്സ് ഇട്ട് ഒരുപാട് പേര് സെൽഫി എടുക്കുന്നു, ഫോട്ടോഷൂട്ട് നടത്തുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു ഇന്നലെ. ഞങ്ങൾ ഈ നിന്ന സൈഡിൽ നിരത്തെ പിടിച്ച് കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നേ. ആദ്യം ഞാൻ എല്ലാ സ്റ്റാളിലും കയറി ഇറങ്ങി വില ചോദിച്ചു. പക്ഷേ എല്ലായിടത്തും ഒരേ വില തന്നെയാണ് കേട്ടോ. എങ്ങും കൂടുതലും കുറവൊന്നുമില്ല. പിന്നെ പല സ്ഥലത്തു നിന്നായിട്ട് കുറേ പൂക്കൾ വാങ്ങിച്ചു. ഇനി ഈ ഒരു 10 ദിവസം ഇതുപോലെ പൂക്കളുടെ കച്ചവടം ഉണ്ടാവും. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. പൂക്കൾക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഈ കാണുന്ന റോസ്, വാടാമല്ലി ഇതിനൊക്കെ 400 രൂപ കിലോയ്ക്കുണ്ട്. ഏറ്റവും കൂടുതൽ വിലയുള്ളത് വൈറ്റ് കളറുള്ള ഫ്ലവറാണ്. വെള്ളപ്പൂവ് ജമന്തി പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ജമന്തിയുടെ മണമൊന്നുമില്ല അതിന്. എനിക്കതിൻ്റെ പേര് ശരിക്കും അറിയില്ല. ഈ ഒരേ ഒരു പൂ മാത്രമേ വെള്ള കളറിൽ വരുന്നുള്ളൂ. ഇതിന് കിലോയ്ക്ക് 500 രൂപയാണ് വില. ഏറ്റവും കൂടുതൽ കിട്ടാനുള്ളത് ബന്ദിയാണ്. 2 കളറുള്ള ബന്ദി, മഞ്ഞയും ഒരു ഓറഞ്ച് കളറിലും. ഇതിന് കിലോയ്ക്ക് 200 രൂപയെ വിലയുള്ളൂ. ബാക്കിയെല്ലാം 400, 500 അങ്ങനെ വിലയാണ്. എന്തായാലും 2 ദിവസത്തേക്ക് ഇടാനുള്ള പൂക്കൾ നമ്മളും വാങ്ങിച്ചു. ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതിയല്ലോ, കേടാവില്ല. ഇനി ഈ മൈതാനത്ത് വേറെയും പല കാഴ്ചകളും ഉണ്ട്. ഇന്നലെ തുടക്കമായതുകൊണ്ട് അധികമൊന്നും ആയിട്ടില്ല. പൂക്കളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ തൃക്കാക്കരയപ്പൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ കൂടുതൽ കച്ചവടക്കാർ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങുവേ. മൺചട്ടികൾ, തുണികൾ, അങ്ങനെയുള്ള നല്ല രസമാണ് കാണാൻ. നടന്ന് കാണാനും മാത്രമുണ്ട്. ഈ തൃക്കാക്കരയപ്പന് 3 പേരിന് 200, 250 എങ്ങാണ്ടാണ് റേറ്റ് പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇനിയിപ്പോൾ റൗണ്ടിലെ കുറച്ച് കാഴ്ചകളും കൂടെ കാണാവേ. പൂക്കൾ വാങ്ങുമ്പോൾ ഇവർ കിറ്റെന്ന് പറഞ്ഞാൽ 100 രൂപയുടെ കിറ്റായിട്ട് നമുക്ക് തരുന്നുണ്ട്. എല്ലാ പൂക്കളും അതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് തരുന്നത്. പക്ഷേ അതിനകത്ത് ഇവരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായി. ഒരു കിറ്റ് ഞാനും വാങ്ങിച്ചായിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണ് അതിനകത്ത് കുറേ പൂക്കൾ, കേടായ പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ നിന്ന് ഇത് തിരഞ്ഞ് ഇതിനകത്ത് ചീത്ത പൂക്കളെല്ലാം കൂടെ താഴോട്ടിടും. എന്നിട്ട് കിറ്റ് തരുമ്പോൾ കുറച്ച് നല്ല പൂക്കളും ഇടും. ആ താഴെ നിന്ന് ആ ചീത്ത പൂക്കളും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു തന്നിരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ അത്തം കാണാം. ഞാൻ വീടിൻ്റെ തിണ്ണയിലാണ് ഇട്ടത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ പുറത്തിടാൻ പറ്റില്ല. ഇന്നലെ രാത്രി എല്ലാം നല്ല മഴയായിരുന്നു. പുറത്തിട്ട് കഴിഞ്ഞാൽ രാവിലെ മഴ പെയ്താലോ എന്ന് വിചാരിച്ച് ഞാൻ തിണ്ണയിലേക്കാക്കി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പൂക്കളിടാൻ കുട്ടികൾക്കും പറ്റി. ഇല്ലെങ്കിൽ ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ കുട്ടികൾക്ക് പറ്റില്ല. അപ്പം ഇന്നത്തെ തുടക്കത്തിൽ അവർക്കിടാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പൂക്കളം ഇതായിരുന്നു. പൂക്കളവും കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നാളത്തെ പൂക്കളവുമായി വീണ്ടും കാണാം. ഹാപ്പി അത്തം.